യമുനെ, താൻ എന്തായി ചെയ്തത്? ഇതാകെ പ്രശ്നമാവും, നോക്കിക്കോ. എന്താ, ഞാൻ തെറ്റെന്തെങ്കിലും ചെയ്തോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ തെറ്റെന്തെങ്കിലും ചെയ്തു? ഈ പൂതനെ കടിഞ്ഞാൻ അഴിച്ചു വിട്ടതാ നിങ്ങൾക്കൊക്കെ പറ്റിയ തെറ്റ്. വിഷമുറ്റിയ പാമ്പിനെ നേരത്തെ തന്നെ തല്ലി ചതയ്ക്കേണ്ടതായിരുന്നു. ആ സ്ത്രീ വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ തനിക്ക്? അവര് വെറുതെ ഇരിക്കാൻ പാടില്ല. യമുനെ ഒതുക്കാൻ അവര് മാക്സിമം ശ്രമിക്കട്ടെ. എന്ത് തിരിച്ചടി വന്നാലും ഞാനത് ഫേസ് ചെയ്യും. അത്ര ധൈര്യമുണ്ട് എനിക്കിപ്പോ. കാരണം എന്താണെന്നറിയോ? അത് തന്നെ, മിസ്റ്റർ ഡാനിയൽ. എന്റെ പ്രണയകഥയിലെ ഹീറോ. സാരസമ്മയ്ക്കെന്നല്ല, ഒരമ്മയ്ക്കും യമുനെ ഒന്നും നുള്ളാൻ പോലും പറ്റില്ല. യു നോ വൈ? ഐ എം ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് ഡാനിയൽ. ഡാനിയലുടെ പെണ്ണാ ഞാൻ. പിന്നെ ഞാൻ ആരെ പേടിക്കണം? ഒരു ഉച്ചയോടടുപ്പിച്ചായിരുന്നു ഫോൺ വന്നത്. സുമിത്രയാ ആദ്യം ഫോൺ അറ്റൻഡ് ചെയ്തത്. വിളിച്ചത് യമുന തന്നെയാണെന്ന് ഷുവറാണോ? അതെ സർ, അവളുടെ ശബ്ദം ഞാനും കേട്ടതാ. അവള് കരയുന്നുണ്ടായിരുന്നു. STD-യോ അതോ ലോക്കലോ? അത് STD റിംഗ് ആയിരുന്നു. അപ്പോൾ ദൂരെ എവിടെയോ നിന്നാണ്? എവിടെ നിന്നാണെന്ന് എങ്ങനെയാ സാർ ഒന്ന് അറിയാൻ കഴിയുക? എക്സ്ചേഞ്ച് വഴിയോ മറ്റോ? എക്സ്ചേഞ്ച് വഴി കോൾ എവിടെ നിന്നാണെന്ന് ട്രേസ് ഔട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ അതൊന്നും വേണ്ട. ഒരു കോളർ ഐ ഡി വാങ്ങിച്ചു വെച്ചാൽ മതി. അതല്ലേ എളുപ്പം. വിളിക്കുന്ന നമ്പർ അതിൽ കാണുകയും ചെയ്യാം. ഒരിക്കൽ വിളിച്ച സ്ഥിതിക്ക് വീണ്ടും വിളിക്കാനാണ് സാധ്യത. കാളർ ID ഇന്ന് തന്നെ വാങ്ങി വയ്ക്കാം സർ. മാഷ് സമാധാനമായിട്ടിരിക്കെ. ഈ വന്ന കോൾ ഒരു നല്ല സിംറ്റമാണ്. ലെറ്റസ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ചിലപ്പോൾ ഒട്ടും വൈകാതെ തന്നെ കുട്ടി എവിടെയാണെന്നതിന് തുമ്മുണ്ടാക്കാൻ കഴിയും. എന്ന് ഞാൻ ഇറങ്ങട്ടെ. ആ സാർ, ഒരു കാര്യം കൂടി. ഞാനിന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് വിശാലിനെ കണ്ടിരുന്നു. അയാൾ കോടതിയിൽ മൊഴി മാറ്റി പറയാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല. ബാബുവിന് അനുകൂലമായി മൊഴി കൊടുക്കാമെന്ന്. എന്നവൻ പറഞ്ഞോ? പറഞ്ഞു സാർ. അങ്ങനൊരു മനം മാറ്റത്തിന് എന്താ കാരണം? അതും ഇത്ര പെട്ടെന്ന്? അല്ല, മൊഴി മാറ്റി പറയാൻ മാഷ് എത്ര കൊടുത്തു അവന്? ഇല്ല സാർ, അയാൾ സ്വയം സമ്മതിക്കായിരുന്നു. ഒരുപക്ഷെ കുറ്റബോധം തോന്നിയിട്ടുണ്ടാവും. കുറ്റബോധം അവന്? മാഷേ, അവനെ അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കണ്ട. അവൻ്റെ കയ്യിലില്ലാത്ത തന്ത്രമൊന്നുമില്ല. വരട്ടെ, നമുക്ക് നോക്കാം. അപ്പം ശരി മാഷേ. സത്യത്തിൽ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ തിയേറ്ററിലിരിക്കുക. നിന്നെ അവൻ കുത്തുന്ന സ്പോട്ടിൽ ഞാൻ ഉണ്ടാവേണ്ടതായിരുന്നു. എന്നാലോ അവനെ ഞാൻ നീറ്റായിട്ട് കൈകാര്യം ചെയ്തേനെ. നല്ല ശരീരം. ചിരിക്കണ്ട. എങ്കിലേ നിനക്ക് ഈ കിടപ്പ് കിടക്കേണ്ടി വരില്ലായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ കഞ്ഞിക്കുടി മുട്ടിച്ചേനെന്നർത്ഥം. മനസ്സിലായില്ല? എടാ, ഈ കിടപ്പ് കിടക്കുന്നുണ്ടല്ലേ എനിക്കൊരു വരുമാന മാർഗം തുറന്നിട്ടിരിക്കുന്നത്. ഇപ്പോഴും മനസ്സിലായില്ല? എടാ കഴുതേ ശങ്കർജി. ഓ, പിടികിട്ടി. ആണുങ്ങൾ ഇങ്ങനെ ട്യൂബിലേറ്റ് ആവരുത്. സത്യം പറയാലോ, ഗതികേട് കൊണ്ട് അവൻ അറിയാതെ കുത്തിപ്പോയതാ. അല്ലായിരുന്നെങ്കിൽ അവൻ എൻ്റെ കൈ കൊണ്ട് ചത്തേനെ.
ഒരുമാതിരി വട്ടുമൂത്ത പോലല്ലായിരുന്നു ഞാൻ. പാവം, ആ കുപ്പി കൈ തടഞ്ഞത് അവൻ്റെ ഭാഗ്യം, എൻ്റെയും. ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു എൻ്റെ ഭാവി? അവൻ കിടക്കുന്നിടത്ത് ഞാൻ കിടക്കേണ്ടി വരില്ലായിരുന്നോ? നീ ഭാഗ്യവാനാ. ദാ ഇതുവരെയുള്ള ബില്ല്. അയ്യോ, 3000 രൂപയോ? കുറഞ്ഞു പോയല്ലോ സിസ്റ്ററെ. കണക്കൂട്ടിയത് ശരിയാണല്ലോ അല്ലേ? കുറവായാലും കൂടുതലായാലും ഉടനെ പേ ചെയ്യണം. ഉടനെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വൈകിയ പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. ഓക്കെ, ഒരു ദിവസം പോലും വൈകില്ല. ഇന്ന് തന്നെ പേ ചെയ്യുന്നതിന് സിസ്റ്ററിന് വിരോധമൊന്നുമില്ലല്ലോ? ഇല്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബില്ലും കൊണ്ടൊക്കെ വരണേ. നമ്മളൊക്കെ ഇവിടൊക്കെ തന്നെ ഉണ്ട്. എടാ, ബില്ലടയ്ക്കണ്ടേ? അടയ്ക്കണം. അതിന് പണം എവിടെ? വിളിക്കടാ പൊന്മുട്ടിയിടുന്ന താറാവിനെ, മഹാകവി ശങ്കർജിയെ വിളിക്കാൻ. എന്നിട്ട് കാശും കൊണ്ട് ഉടനെ വരാൻ പറ. ഓ ഓക്കെ. അതെ, കൃത്യം 3000 കൊണ്ടുവരാൻ പറയണ്ട. ഒരു റൗണ്ടായിട്ട് 7000 കൊണ്ടുവരാൻ പറ. മനസ്സിലായോ? ഓ, ഈ കണ്ടീഷനിൽ 1 മാസം കിടന്ന ശങ്കർജിക്ക് അയാളെ തന്നെ വിൽക്കേണ്ടി വരും. ഈശ്വരാ, കിടത്തണേ. ഹലോ, ആ, ഞാനാണ് ബൈജു. ബൈജു? അതെ, വിശാലിൻ്റെ ഫ്രണ്ട്. ഓ, എന്താ ബൈജു? കുറച്ച് കാശ് വേണം, ഒരു 3000 രൂപ. എന്തിനാ? ചിലർ ആവശ്യങ്ങളുണ്ട്. എനിക്കല്ല, വിശാലിന്. ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമല്ലോ. വച്ചേക്കട്ടെ? ശരി. ആരാച്ചാ വിളിച്ചത്? അത് കോളേജിൽ നിന്നാ. ബാബു, ഞാനൊന്ന് പുറത്തിറങ്ങിട്ട് വരാം. എന്താ സാർ? വിശാലൊന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്നാ ഒരു ബൈജു എന്നെ വിളിച്ചിരുന്നു ഹോസ്പിറ്റൽ ബില്ല് പേ ചെയ്യാൻ. വേണ്ട സാർ, അതൊന്നും വേണ്ട. ബില്ലൊക്കെ കറക്റ്റ് സമയത്തിന് പേ ചെയ്തോളാം. ആര് പേ ചെയ്യും? അതൊന്നും സാർ അറിയണ്ട. അറിയണം മണി, എനിക്ക് വാക്കൊന്നേ ഉള്ളൂ. വിശാലിന് ഞാൻ കൊടുത്ത വാക്കാണ്, അത് തെറ്റിക്കാൻ പാടില്ല. പക്ഷേ ഹോസ്പിറ്റൽ ബില്ല് പേ ചെയ്യുന്ന കാര്യം നേരത്തെ ഉള്ള അവൻ്റെ ഡിമാൻഡ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല സാർ. അതൊക്കെ പുതുതായിട്ട് അവൻ ചേർത്തതാണ്. എങ്ങനെയായാലും ഞാൻ കമ്മിറ്റ് ചെയ്തതല്ലേ, വാക്ക് പാലിച്ചേ മതിയാവൂ. സാർ പറയുന്നത് കേൾക്കൂ സാർ, ഞാൻ അവനോട് സംസാരിക്കാം. മര്യാദ കേടനുണ്ടല്ലോ അതിന്. നോ, മണിയുടെ മനസ്സ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിച്ചാലൊന്നും അയാളുടെ ക്യാരക്ടറിൽ അണുവിട പോലും മാറ്റം ഉണ്ടാകില്ല. ഞാൻ കീഴടങ്ങിയേ മതിയാവൂ. കാരണം അയാളുടെ ജോലി നഷ്ടപ്പെട്ടത് ഞാൻ മൂലമാണല്ലോ. അതിൻ്റെ പ്രായച്ചിത്തമായി കണക്കാക്കിക്കൊള്ളാം. വിശാലേ, വിശാലേ, സാറിനിരിക്കാൻ. ഓ, എന്തൊരു കൃത്യനിഷ്ഠ. ശങ്കർജി സാറ് കൃത്യസമയത്ത് തന്നെ വന്നു. എത്രയാ ബില്ല്? ദേ ഇരിക്കുന്ന മണിയണ്ണ, ഒന്ന് എടുത്തു കൊടുക്ക്. ഓ, ആ, ദാ. ഓ, 3000 ഉള്ളൂ. പിന്നെ എൻ്റെ മെഡിസിനും മറ്റുമൊക്കെ ആയിട്ടൊരു 4000 വേറെ. അതെൻ്റെ കയ്യിൽ തന്നാൽ മതി. അങ്ങനെ മൊത്തം 7000. വേണമെങ്കിൽ ഒരു 10 രൂപ തികച്ചു തന്നോ.
അപ്പൊ പിന്നെ ഉടനെ വരേണ്ടി വരില്ല. ഇത് എത്രയുണ്ട്? 3000. 3000? ഇതൊന്നിനും തികയത്തില്ലല്ലോ. ബാക്കി എത്തിക്കാം. ആ, എത്തിക്കണം. എന്നാലേ ആ ബില്ല് അടച്ചേരെ, ലേറ്റ് ആവണ്ട. വിശാൽ ഒരു മാന്യനാണെന്ന് ഈ ഹോസ്പിറ്റലിൽ ഒരു ടാക്ക് ഉണ്ടായോട്ടെ, അല്ലേ അണ്ണാ? പോയിട്ട് വരാം. ശരി സാർ. എടാ നീ തലമറന്ന് എണ്ണ തേക്കാണ് വിശാലെ. ഇതിനൊക്കെ ഒരു തിരിച്ചടി ഉണ്ടാവും നീ ഓർത്തോ. കേരളം ബഹുമാനിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. അതെ, ആ വലിയ മനുഷ്യനെ ഈ ചെറിയ മനുഷ്യൻ മനോഹരമായിട്ട് ഡീൽ ചെയ്യുന്ന കണ്ടല്ലോ. അതാണ് ഈ വിശാൽ. ദേ നിന്റെ ഈ മുറിവ് കരിഞ്ഞിട്ടില്ല. ഇങ്ങനെ പോയാൽ ഇത് പഴുക്കും. പഴുക്കണേന്നാണ് എൻ്റെ പ്രാർത്ഥന. എങ്കിൽ കുറേ ദിവസം കൂടി ഈ സുഖജീവിതം ആസ്വദിക്കാലോണ്ണ. ഭാവിയിലേക്ക് ഒരു എമൗണ്ട് കളക്ട് ചെയ്യുകയും ചെയ്യാം. ബി പ്രാക്ടിക്കൽ അണ്ണാ. അല്ല ബില്ല് വന്നപ്പോ എന്നോട് പറയാത്ത എന്താ? അത് പേ ചെയ്യേണ്ട ആൾ അണ്ണനല്ലാത്തോണ്ട്. ഒരാൾ ഫുൾ ടൈം എന്തിനും റെഡിയായി എൻ്റെ ആജ്ഞാനവൃത്തിയായിട്ട് നിൽപ്പല്ലേ. പിന്നെ എന്തിന് ഞാൻ അണ്ണനെ ബുദ്ധിമുട്ടിക്കണം? ഓ, അതൊക്കെ കള. മനുഷ്യനോട് വിശന്ന് കുടൽ കരിയ. ആ ടിഫിൻകാരൊന്നും തുറന്നേ. സ്വന്തം കാര്യത്തിന് മാത്രം ഒരിക്കലും ഒരു മുട്ടും ഉണ്ടാവരുത്. നീചൻ. ശങ്കർജി, ചിക്കൻ ഉണ്ടോ അണ്ണാ? അപ്പൊ ബീഫ് ഉണ്ടാവും. ഇല്ല. ഛേ, ഇതെന്ത് കഷ്ടാ. അണ്ണനറിയില്ലേ ഞാനൊരു മാംസബുക്കാണെന്ന്. നീ മനുഷ്യനെയും തിന്നണവനല്ലേ. മര്യാദക്ക് ഇതങ്ങോട്ട് കഴിക്കാൻ നോക്ക്. തിന്ന് താമസിക്കാനല്ല നീ ഇവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നത്, ചികിത്സക്കായ. ബീഫും മട്ടണും ചിക്കനും തേങ്ങാ കൊലയും. അപ്പോഴേക്കും പിണങ്ങിയോ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. എനിക്ക് മീൻകറിയായാലും മതിയെന്നേ. ചേച്ചി എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണം ഒരു കുറ്റവും കുറവും പറയാതെ ഞാൻ കഴിക്കും. എനിക്കറിയാം അണ്ണൻ്റെ ദേഷ്യം എന്താണെന്ന്. ആ ശങ്കർജിയെ ബില്ല് പേ ചെയ്യാൻ വിട്ടത് അത്ര വലിയ തെറ്റൊന്നും അല്ലെണ്ണ. വലിയൊരാളെ കൊണ്ട് വീട് പണി ചെയ്യിക്കേണ്ടി വരുമെന്ന് എൻ്റെ ജാതകത്തിലുണ്ട്. വാ കീറിയ ദൈവം ഇരയും തരുന്നല്ലേ. എന്നാലും ഇതൊരു വല്ലാത്ത കീറായിപ്പോയി. ചൂട് അനുഭവിക്ക്. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെയാണ് സംഭവിച്ചത്. വല്ലാത്ത വിഷമമുണ്ട് എനിക്ക്. സാറിനെ പോലെ സാത്വികനായ ഒരാൾക്ക്. എന്ത് സാത്വികൻ? എല്ലാം അർത്ഥശൂന്യമാണെന്ന് തോന്നിപ്പോവുക. സ്നേഹത്തിന് പകരം ചതി, കാരുണ്യത്തിന് പകരം പീഡനം. കണക്കുകൂട്ടലുകൾ അത്രയും തെറ്റിപ്പോയിരിക്കുന്നു. എന്നാലും ഏത് ട്രാജഡിക്കുമില്ലേ ഒരു പരിധി. ഇങ്ങനെ തുടർച്ചയായി ആഘാതങ്ങൾ ഏൽക്കുക എന്ന് വെച്ചാൽ എന്താണ് അതിനൊരു നീതി? ഇത് പുതിയ നീതിയാകാം. ഇനി ഈ നീതിശാസ്ത്രങ്ങൾ പഠിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. മുമ്പ് പഠിച്ചതും ആദരിച്ചതുമൊക്കെ മറക്കുക, കുഴിവെട്ടി മൂടുക. കഴിഞ്ഞ ദിവസം മഹാകവി കെ ഇവിടെ വന്നിരുന്നു. സാറായിരുന്നു സംസാര വിഷയം. ആ, വിഷയദാരിദ്ര്യത്തിനെങ്കിലും കുറച്ചു നാളത്തേക്കൊരു പരിഹാരമായല്ലോ ഞാൻ. ആവട്ടെ. നിരാശനാവരുതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്നാലും ഒരാശ്വാസവാക്കായി പറയട്ടെ, എല്ലാം കലങ്ങി തെളിയും സാർ. തെളിയട്ടെ. പിന്നെ ഞാനിപ്പോൾ വന്നത് വളരെ വ്യക്തിപരമായ ഒരു കാര്യം പറയാനാണ്. ഒരു ശുപാർശയുമായിട്ട്. ശുപാർശയോ? ശങ്കർജി സാറോ? അത് അത്ഭുതമായിരിക്കുന്നല്ലോ. അത്ഭുതങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം എൻ്റെ ജീവിതത്തിൽ. എന്താ സർ, പറയൂ. ഒരിക്കൽ ഞാൻ കാരണം ഈ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരനെ ജോലി നഷ്ടപ്പെട്ടു. ഓർമ്മയുണ്ടാവും. ഉണ്ട്. വിശാലല്ലേ? അതെ. ഇപ്പോൾ അയാൾക്ക് വേണ്ടിയാണ് എൻ്റെ ശുപാർശ. ആ ജോലി കഴിയുമെങ്കിൽ അയാൾക്ക് തിരിച്ചു കൊടുക്കണം. വാട്ട്? സാർ എന്തായി പറയുന്നത്? ആർ യു സീരിയസ്? ഇത്ര സീരിയസ് ആയി ഈയിടെ എങ്ങും ആരോടും ഒരു കാര്യവും ഞാൻ സംസാരിച്ചിട്ടില്ല. ഇപ്പോ ഇങ്ങനൊരു വിചിത്രമായ റെക്കമെൻഡേഷൻ നടത്താൻ കാരണം? അത്
അവൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഭീഷണി ഉണ്ടായോ? എങ്കിൽ സാർ പേടിക്കണ്ട, ഈ നിമിഷം അത് ഇല്ലാതാക്കാം. നോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കുറ്റബോധം കൊണ്ടാണ്. ഞാൻ കാരണമല്ലേ അവൻ്റെ ജോലി പോയത്. എൻ്റെ മകൻ കാരണമല്ലേ അവൻ ഹോസ്പിറ്റലിലായത്. അതിനും പിന്നോട്ട് പോയാലോ? അവൻ കാട്ടിയ തെമ്മാടിത്തരങ്ങളൊക്കെ ഇല്ലേ, അത് മറന്നു സാറ്? അവൻ്റെ കർമ്മങ്ങളുടെ ഫലമാ ഇപ്പോൾ അവൻ അനുഭവിക്കുന്നത്. ചരിത്രമെല്ലാം ഞാൻ അറിഞ്ഞു. സാറിനെയും കുടുംബത്തെയും എത്ര തരംതാണ രീതിയിലാണ് അവൻ ഉപദ്രവിച്ചത്. എന്നിട്ട് അവനെ സഹായിക്കാൻ സാർ ഒരുങ്ങി പുറപ്പെടുക എന്ന് വെച്ചാൽ ഐ കാണ്ട് ഇമാജിൻ. എനിക്കറിയാവുന്ന ശങ്കർജി സാർ ഇങ്ങനെ ആരുടെയും ഭീഷണിക്ക് വഴങ്ങുന്നവനല്ല. ശരിയാണ്, അങ്ങനെ ഒരു ശങ്കർജി ഉണ്ടായിരുന്നതായി എനിക്കും അറിയാം. പക്ഷേ ഹീസ് നോ മോർ. ഇത് മറ്റൊരാളാണ്. ഇന്ന് എൻ്റെ മകൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാനങ്ങനെ മാറേണ്ടി വന്നിരിക്കുകയാണ്. സാർ തുറന്നു പറയൂ, വിശാൽ സാറിന് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? ഐ മീൻ ബ്ലാക്ക് മെയിലിംഗ്? കൂടുതലൊന്നും ദയവ് ചെയ്ത് എന്നോടിപ്പോൾ ചോദിക്കരുത്. നിങ്ങളുടെ പത്രനിയമങ്ങൾ അനുവദിക്കുമെങ്കിൽ വിശാലിനെ തിരിച്ചെടുത്താൽ. അത് തന്നെയാണ് ഞാനും പറയാൻ ഉദ്ദേശിച്ചത്. ഗുരുതരമായ മിസ്കോണ്ടക്റ്റിന്റെ പേരിൽ പുറത്താക്കിയ ഒരുവനെ മാന്യതയും പാരമ്പര്യവുമുള്ള ഏതെങ്കിലും പത്രം തിരിച്ചെടുത്ത ചരിത്രമുണ്ടോ സർ? സാറ് തന്നെ തന്ന റിട്ടേൺ കംപ്ലൈന്റ് എൻ്റെ ഫയലിലുണ്ട്. എന്ന് വെച്ചാൽ അതൊരു രേഖയാണ്. അതിന് നേരെ എനിക്ക് കണ്ണടയ്ക്കാൻ കഴിയുമോ? സാറിനോട് എനിക്ക് ബഹുമാനമുണ്ട്, ഇപ്പോഴത്തെ അവസ്ഥയിൽ ദുഃഖവുമുണ്ട്. പക്ഷേ വിശാലിൻ്റെ കാര്യത്തിൽ പത്രാധിപരെന്ന നിലയിൽ ഞാൻ ഹെൽപ്ലെസ് ആണ്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ.